വി അൻവർ താങ്കളുടെ പേര് ആദ്യഘട്ടത്തിലും പറഞ്ഞിരുന്നു, ഇപ്പോഴും പറയുകയാണ്, മാത്രമല്ല പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് താങ്കൾ സ്ഥാനാർത്ഥിയാകണമെന്ന് പറയുമ്പോഴും അത് ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായി ബാധിക്കും. ഇപ്പം ഇങ്ങനെ പബ്ലിക്കായി പൊതുവെ പറയുന്നു. അല്ല, അദ്ദേഹം രാജിവെച്ച സമയത്ത് നടത്തിയ പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം ഒരു റിക്വസ്റ്റ് എന്ന രൂപത്തിൽ പറഞ്ഞത്. പിന്നെ അദ്ദേഹം തന്നെ ആ പ്രസ്താവന തിരുത്തുന്ന സാഹചര്യമുണ്ട്. UDFൻ്റെ ഏത് സ്ഥാനാർത്ഥി, UDF തീരുമാനിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയും പിന്തുണയ്ക്കും, അവരുടെ പ്രചരണത്തിനായി രംഗത്തിറങ്ങും എന്ന് തന്നെയാണ് PV അൻവർ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ആ പ്രസ്താവന തിരുത്തിയതാണ്. ആ പ്രസ്താവന തന്നെയാണ് അദ്ദേഹം ഇന്നലെയും ആവർത്തിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം AP അനിൽകുമാറുമായി ചർച്ചയിൽ താങ്കളുടെ പേര് മുന്നോട്ട് വെച്ചു. അതൊക്കെ നിങ്ങൾ കൊടുക്കുന്ന വ്യാഖ്യാനങ്ങളാണ്, ചാനൽ കൊടുക്കുന്ന വ്യാഖ്യാനങ്ങളും വാർത്തകളുമാണ്. അദ്ദേഹം UDFൻ്റെ സ്ഥാനാർത്ഥി ആര് തന്നെയായാലും അവരെ പിന്തുണയ്ക്കുന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, അസന്ദിഗ്ധമായി ഞങ്ങൾ പറയുന്നു, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ആ സ്ഥാനാർത്ഥി ആര് തന്നെയായാലും ആ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കും എന്ന് തന്നെയാണ് ശ്രീ PV അൻവർ പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് ഒരാശയക്കുഴപ്പമില്ല, ഒരവ്യക്തതയില്ല. ഈ PV അൻവറിൻ്റെയും അതുപോലെ തൃണമൂലിൻ്റെയും ഈ മുന്നണി പ്രവേശനം സംബന്ധിച്ച് ഒരു വ്യക്തത വരാത്തത് അദ്ദേഹത്തിൽ ഒരു അസംതൃപ്തി ഉണ്ടാക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ വരുന്നത്, അത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കും? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ കൊടുക്കുന്ന വാർത്ത മാത്രമാണ്, സാങ്കല്പികമായി നിങ്ങൾ വാർത്തകൾ നെയ്തെടുത്ത് അത് നിങ്ങൾ കൊടുക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും ഉന്നത നേതൃത്വം ചർച്ച ചെയ്തിട്ട് എടുക്കേണ്ടുന്ന തീരുമാനമാണ്. അതിനെ സംബന്ധിച്ച് അഭിപ്രായം പറയാനുള്ള ആളല്ല ഞാൻ. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നേതൃത്വത്തിന് കൃത്യമായ ക്ലാരിറ്റി ഉണ്ട്. തീർച്ചയായും ഈ വിഷയത്തിലൊക്കെ അഭിപ്രായങ്ങളും ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങളാണ് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന വാർത്തകൾ, ഇങ്ങനെ ചാനലുകൾ ഇങ്ങനെ മണിക്കൂർ മാറി മാറി ബ്രേക്കിംഗ് ന്യൂസിന് വേണ്ടി ഓരോ വാർത്തകൾ ഇങ്ങനെ പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനകത്തൊന്നും ഒരു പ്രയാസമോ അഭിപ്രായത്യാസോ ആശയക്കുഴപ്പമുള്ളതായിട്ട് തോന്നുന്നില്ല. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ മുന്നണി പ്രവേശനം വേണമെന്നൊരു ആവശ്യം അദ്ദേഹം വെച്ചിരുന്നു. പക്ഷേ അതിനകത്ത് തീരുമാനമാകുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം. തീർച്ചയായും UDF നേതൃത്വമായിട്ട് സംസാരങ്ങളും ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അതിനകത്ത് ഉചിതമായ തീരുമാനം ഉണ്ടാവും. ഈ PV അൻവർ UDFനൊപ്പം നിൽക്കുന്നത് മണ്ഡലത്തിൽ ഗുണം ചെയ്യുമെന്ന് തീർച്ചയായും. അദ്ദേഹം 8 വർഷം MLA എന്ന നിലയിൽ അദ്ദേഹം മണ്ഡലത്തിൽ അദ്ദേഹത്തിന് കാര്യമായ സ്വാധീനമുണ്ട്. അദ്ദേഹം എടുത്ത നിലപാടുകൾ പോലീസിലെ RSS വൽക്കരണത്തിനെതിരെ, മലപ്പുറം ജില്ലയെ ഒറ്റപ്പെടുത്താനും ഈ ജില്ലയെ ബോധപൂർവമായി ഈ ജില്ലയ്ക്കെതിരെയുള്ള വിഷലിപ്തമായ പ്രചരണങ്ങൾ അഴിച്ചുവിടാനൊക്കെ നടന്നിട്ടുള്ള നീക്കങ്ങൾക്കെതിരായിക്കൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള നിലപാട്, എടുത്തിട്ടുള്ള സത്യസന്ധമായ നിലപാട്, ആ നിലപാടിനെ തുറന്നാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് വന്നുള്ളത്. തീർച്ചയായും ആ രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്യപ്പെടും. തീർച്ചയായും പിണറായി വിജയൻ വീണ്ടും പ്രതിക്കൂട്ടിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, അദ്ദേഹത്തിന് ഉയർത്തിയ വിഷയങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഗുണകരമാവും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് വിശ്വസിക്കുന്നത്. UDFന് ഒരു അനുകൂല തരംഗമാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ മണ്ഡലം പിടിച്ചടക്കുകയാണെങ്കിൽ എത്ര കണ്ടൊരു ഭൂരിപക്ഷം പ്രതീക്ഷിക്കും? തീർച്ചയായും 25,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിന് ഐക്യജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാൻ കഴിയുന്ന അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും അതുതന്നെയാണ് VS ജോയ് പറഞ്ഞു വയ്ക്കുന്നത്. വലിയൊരു ഭൂരിപക്ഷത്തിന് ഇത്തവണ വിജയിക്കും, മണ്ഡലം പിടിച്ചടക്കും, അനുകൂലമായ തരംഗമാണ്, അനുകൂലമായ സാഹചര്യമാണ് ഇപ്പോൾ നിലമ്പൂരിൽ ഉള്ളത് എന്നാണ് പറയുന്നത്. 25,000-ഓളം ഭൂരിപക്ഷത്തിന് നിലമ്പൂരിൽ UDF വിജയിക്കുമെന്ന് VS ജോയ് പറയുകയാണ്. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.